വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായുള്ള പബ്ലിക് ഹിയറിംഗ് പൂർത്തിയായി. വിഴിഞ്ഞം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും വിവിധ രാഷ്ട്രീയ മത സാമുദായിക പ്രതിനിധികളും ഹിയറിംഗിൽ പങ്കെടുത്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ കമ്മീഷനിംഗ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ 2-3 ഘട്ടങ്ങളുടെ പണികൾ ആരംഭിക്കാനാണ് നീക്കം. ഇതിന് മുന്നോടിയായാണ് പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിനുള്ള പബ്ലിക് ഹിയറിംഗ് നടത്തിയത്. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പോർട്ട് അധികൃതരും നാട്ടുകാരും പങ്കെടുത്തു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ആശങ്കകളുമെല്ലാം ഹിയറിംഗിൽ ഉയർന്നു കേട്ടിരുന്നു. നഷ്ടങ്ങൾ സഹിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ തുടർന്നും നൽകണമെന്നും ആവശ്യമുയർന്നു. ഈ തുറമുഖത്തെ ഇല്ലാതാക്കാൻ ഒരു ചിത്രശക്തികളെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് പരിഹരിക്കണം. അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കായിരുന്നാലും അത് പരിഹരിക്കണം. അത് 100% അത് മനുഷ്യത്വപരമാണ്. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അടക്കമുള്ള നേതാക്കളും ഹിയറിംഗിന് എത്തിയിരുന്നു. ഈ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും സ്വപ്ന സാക്ഷാത്കാരം, വിഴിഞ്ഞത്തിന്റെ 3 ഫേസിന്റെയും ഉദ്ഘാടനം 2028 പൂവണിയും എന്നുള്ള ഏറ്റവും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഭയന്ന വലിയ സുരക്ഷയും പബ്ലിക് ഹിയറിംഗിനായി ഒരുക്കിയിരുന്നു. അന്തിമ പാരിസ്ഥിതികാഘാത റിപ്പോർട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതാണ് അടുത്ത ഘട്ടം. 3 മാസത്തിനുള്ളിൽ പാരിസ്ഥിതിക അനുമതി ലഭിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ജനം, തിരുവനന്തപുരം.